സുകുമാരക്കുറുപ്പ് എവിടെ? ഈ ചോദ്യം പലകുറി ചോദിച്ചവരാണ് മലയാളികൾ. കൃത്യമായി പറഞ്ഞാൽ 1984 ജനുവരി 22 മാവേലിക്കരക്കടുത്ത് കുന്നം എന്ന സ്ഥലത്തുള്ള ഒരു വയലിൽ കത്തിയമർന്ന കറുത്ത അംബാസഡർ കാറിനുള്ളിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം കുറുപ്പിൻ്റേതല്ല എന്ന് ലോകം തിരിച്ചറിഞ്ഞ അന്നു മുതൽ മരിച്ചത് NJ ചാക്കോ എന്ന ഫിലിം റെപ്രസെന്റേറ്റീവ് ആണെന്നും ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി കുറുപ്പ് ആസൂത്രണം ചെയ്ത മരണ നാടകത്തിന്റെ ഫൈനൽ ആക്ട് ആയിരുന്നു അതെന്നും വ്യക്തമായപ്പോൾ മലയാളികൾ ഞെട്ടി. എന്നാലും കുറുപ്പേ എന്ന് നെടുവീർപ്പിട്ടു. കുറുപ്പിന്റെ അറസ്റ്റിനായി കാത്തിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അയാളെ പോലീസിന് കിട്ടിയില്ല. തുടർന്നുള്ള വർഷങ്ങൾ ഇന്റർപോൾ വരെ തിരയുന്ന പിടികിട്ടാപ്പുള്ളി എന്ന കുപ്രസിദ്ധി ആ കൊലപാതകയ്ക്ക് നേടിക്കൊടുത്തു. അന്യദേശങ്ങളിൽ അസ്വാഭാവികമായി പെരുമാറുന്ന മുഖങ്ങളിൽ മലയാളി അയാളെ തിരഞ്ഞു. ഒരു സിനിമാ കഥ പോലെ ട്വിസ്റ്റും ടേണും നിറഞ്ഞതായിരുന്നു ചാക്കോ കൊലപാതകവും സുകുമാരക്കുറുപ്പിന്റെ ജീവിതവും. പലതരം വായനകൾക്ക് സാധ്യതയുള്ള ഒന്ന്. അതുകൊണ്ടാകണം കുറുപ്പിന്റെ ഈ പ്രതിനായക ജീവിതം പല കാലങ്ങളിൽ പല ശൈലിയിൽ മലയാളത്തിൽ സിനിമയായി. 1984 NH-47, 2016 പിന്നെയും, 2021 കുറുപ്പ്. ഓരോ വട്ടവും ഈ അറിയുന്ന കഥ കാണാൻ പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്തി. ഡിസ പോലുള്ള ശ്രദ്ധേയ സിനിമകൾ ഒരുക്കിയ ബേബി സംവിധാനം ചെയ്ത ചിത്രമാണ് NH-47. ചാക്കോ കൊലപാതകം നടന്ന് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് ഈ ചിത്രം പുറത്തു വരുന്നത്. അന്ന് ഇന്നുള്ള പരിവേഷങ്ങളൊന്നും കുറുപ്പിനില്ല. അക്കാലത്ത് വില്ലൻ വേഷങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന TG രവിയാണ് കുറുപ്പിന്റെ സിനിമാറ്റിക് വേർഷനായ സുധാകരൻ പിള്ളയായി എത്തിയത്. അയാൾ കൊലപ്പെടുത്തുന്ന റഹീം എന്ന മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി സുകുമാരനും. പാപ്പനംകോട് ലക്ഷ്മണന്റെ തിരക്കഥ വലിയ ട്വിസ്റ്റുകളോ കള്ളനും പൂച്ചയും കളിയോ ഒന്നും ഉള്ളതായിരുന്നില്ല. സുധാകരൻ പിള്ള അധികകാലം ഒളിവിൽ കഴിയുന്നുമില്ല. ഒളിവ് ജീവിതം മതിയാക്കി അയാൾ ഒരു വക്കീലിന്റെ വീട്ടിൽ ചെല്ലുന്നു. മുന്നിൽ നിൽക്കുന്ന കൊടും കുറ്റവാളിയോട് വക്കീൽ ചോദിക്കുന്ന ആദ്യ ചോദ്യം രസകരമാണ്. സുധാകരൻ പിള്ളയോ, എന്താ ഈ വഴിക്ക്? ഫ്രണ്ട്ലി ആയ വക്കീലിന് പിള്ള വലിയൊരു തുക വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കുറ്റങ്ങളാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് വക്കീൽ കൈയൊഴിയുന്നു. വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയാൻ പാടില്ലാത്തത് കൊണ്ട് താൻ എന്തിനീ ക്രൈം ചെയ്തുവെന്ന് പിള്ള തുറന്നു സമ്മതിക്കുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി അവിടേക്ക് പോലീസ് വരുന്നു. പിന്നെ പറയണോ, ചേസ് തന്നെ. കേസിന് അവസാനം ബേബിയും ലക്ഷ്മണനും പിള്ളയെ നിയമത്തിനല്ല ആൾക്കൂട്ടത്തിനാണ് ഇട്ടുകൊടുത്തത്. സുകുമാരക്കുറുപ്പിന്റെ ജീവിതം ആദ്യമായി പറഞ്ഞ സിനിമയുടെ അവസാനം അയാളെ ജനം കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. രണ്ടായിരത്തി 2016 പിന്നീട് സുകുമാരക്കുറുപ്പിന്റെ കഥ ആസ്പദമാക്കിയ പ്രധാനപ്പെട്ട ഒരു സിനിമ ഇറങ്ങുന്നത്. അടൂർ ഗോപാലകൃഷ്ണന്റെ പിന്നെയും. അടൂർ സിനിമയിൽ കുറുപ്പ് ദിലീപ് അവതരിപ്പിച്ച പുരുഷോത്തമൻ നായരായി. ഇൻഷുറൻസ് പണത്തിനായി പുരുഷോത്തമനും കൊലപാതകയാകുന്നു. പക്ഷേ ഇതൊരു കുറ്റാന്വേഷണ സിനിമയല്ല, മറിച്ച് ഒരു കുറ്റവാളിയുടെ അന്തർസംഘർഷങ്ങളിലേക്കാണ് അടൂർ ക്യാമറ വെച്ചത്. സ്വന്തം പേരും മുഖവും സ്വത്വവും നഷ്ടമാകുന്ന അയാൾ ആത്മഹത്യ ചെയ്യുന്നു. പാപത്തിന്റെ ശമ്പളം മരണം എന്ന ബൈബിൾ വചനത്തെ സ്വമേധയാ സ്വീകരിക്കുന്നു. അടൂർ സിനിമകളിൽ ഏറ്റവും ദുർബലമെന്ന് ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം. വിധേയൻ, എലിപ്പത്തായം, അനന്തരം പോലുള്ള സിനിമകൾ എടുത്ത അടൂർ എന്ന ചലച്ചിത്രകാരന്റെ നിഴൽ പോലും ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കില്ല. എല്ലാവരും മറന്നു തുടങ്ങിയ കുറുപ്പിനെ വീണ്ടും ഒന്ന് സിനിമയാക്കി എന്ന് മാത്രം നമുക്ക് തോന്നും. ഇവിടെ നിന്നും 2021 എത്തിയാൽ എങ്ങും ആ പേര് മാത്രം, സുകുമാരക്കുറുപ്പ്. കോവിഡിന് ശേഷം റിലീസായ കുറുപ്പ് എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം അയാളുടെ കഥ മാസ് കൊമേഴ്ഷ്യൽ ഫ്ലേവറുകൾ ചേർത്ത് വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എത്തിച്ചു. ജിതിൻ കെ ജോസിന്റെ തിരക്കഥയിൽ ദുൽഖർ സൽമാനെ നായകനാക്കി ശ്രീനാഥ് രാജേന്ദ്രൻ ഒരുക്കിയ കുറുപ്പിൽ നെഗറ്റീവ് ഷെയ്ഡിലാണ് കാണിക്കുന്നതെങ്കിൽ കൂടി ഒരു മോഡേൺ മിത്തിന്റെ ഭാവം കേന്ദ്ര കഥാപാത്രത്തിന് കൈവരുന്നുണ്ട്. സിനിമയുടെ അവസാനം എല്ലാ വലകളും തകർത്ത് അയാൾ അപ്രത്യക്ഷനാകുന്നു. മാസ് BGM-ൽ സ്റ്റൈലിഷ് ലുക്കിൽ വന്ന ദുൽഖറിന്റെ ഡയലോഗുകൾക്ക് ആരാധകർ കൈയടിച്ചു. തിയേറ്ററുകളിൽ നിന്നിറങ്ങിയവർ കുറുപ്പ് പൊളിച്ചു എന്ന് പോസ്റ്റ് ഇട്ടു. ചിത്രം ഗംഭീര കളക്ഷനും സ്വന്തമാക്കി. അപ്പോഴും സുകുമാരക്കുറുപ്പ് പോലീസ് ഫയലുകളിൽ പിടികിട്ടാപ്പുള്ളിയാണ്. മരിച്ചെന്ന് ചിലർ, അല്ല ജീവിച്ചിരിപ്പുണ്ടെന്ന് മറ്റു ചിലർ. കുറുപ്പ് സിനിമയ്ക്കായി ഏങ്ങണ്ടിയു ചന്ദ്രശേഖരൻ രചിച്ച വരികളിൽ പറഞ്ഞാൽ ഏതേതോ കഥയിലെ വേടനായി, ശാപമായി കുറുപ്പെന്ന പേര് ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് എത്തുന്നു. ഇനിയും ചാക്കോ കൊലപാതകം സിനിമയായേക്കും. പക്ഷേ ആ സിനിമകൾ ഒരു കാര്യം മറക്കാൻ പാടില്ല, ആ കഥയിലെ പ്രതിനായകനാണ് സുകുമാരക്കുറുപ്പ്.